To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ്. ആദ്യത്തെ 2 വീഡിയോസിൽ നമ്മൾ മൈക്രോസ്പോറോജെനിസിസും മെഗാസ്പോറോജെനിസിസും കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആണ്. ഫെർട്ടിലൈസേഷന് മുമ്പ് നടക്കുന്ന ഇവൻറ്റ്സ്. അതിൽ തന്നെ 2 ഇവൻറ്റ്സ് ഉണ്ട്. ഗ്യാമറ്റോജെനിസിസ്, അതായത് ഗമീറ്റ് ഫോർമേഷൻ, നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണുള്ളത്? ഗാമീറ്റ് ട്രാൻസ്ഫർ. പ്ലാന്റ്സിൽ ഗാമീറ്റ് ട്രാൻസ്ഫറിന് നടക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോളിനേഷൻ അഥവാ പരാഗണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇത് എങ്ങനെ നടക്കുന്നു, ഏത് ഫ്ലവറിൽ നടക്കുന്നു, അല്ലെങ്കിൽ 2 ഫ്ലവറിലാണോ അല്ലെങ്കിൽ 1 ഫ്ലവറിലാണോ നടക്കുന്നത്, അതൊക്കെ അനുസരിച്ച് 3 തരത്തിലുള്ള പോളിനേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ പോളിനേഷനെ പറയുന്ന പേരാണ് ഓട്ടോഗ്യാമി. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ്, സ്വയം, റൈറ്റ്? അപ്പോൾ ഓട്ടോഗ്യാമി എന്ന് പറഞ്ഞാൽ ഒരു പൂവിൻ്റെ പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ പൂമ്പൊടി അതിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന പ്രക്രിയയാണ്. അപ്പോൾ എങ്ങനത്തെ ഫ്ലവർ ആയിരിക്കണം? അത് ബൈസെക്ഷൽ ഫ്ലവർ ആയിരിക്കണം, അല്ലേ? ബൈസെക്ഷൽ എന്ന് വെച്ചാൽ എന്താ? ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ പാർട്ടും കാണണം, ഫീമെയിൽ പാർട്ടും, ആൻഡ്രീഷ്യം കാണണം, ഗൈനീഷ്യം കാണണം. എങ്കിൽ മാത്രമല്ല ഇത് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ മാത്രമേ ഓട്ടോഗ്യാമി നടക്കുകയുള്ളൂ. അപ്പോൾ ഓട്ടോഗ്യാമി എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് പോളിനേഷനാണ്, സ്വപരാഗണം എന്ന് പറയും, അല്ലേ? അപ്പോൾ രണ്ടാമത് വരുന്നത് ഗെയ്റ്റിനോഗ്യാമിയാണ്. ഗെയ്റ്റിനോഗ്യാമിയിൽ ഒരു പൂവിൻ്റെ പൂമ്പൊടി മറ്റൊരു പൂവിൻ്റെ സ്റ്റിഗ്മയിലാണ് ചെന്ന് പതിക്കുന്നത്. പക്ഷേ ഈ 2 പൂക്കളും ഒരേ ചെടിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ബിറ്റ്വീൻ ഫ്ലവേഴ്സ് ബട്ട് വിത്തിൻ ദ സെയിം പ്ലാന്റ്. ഇതിനെ നമ്മൾ സ്വപരാഗണം എന്ന് വിളിക്കുമോ അതോ പരപരാഗണം എന്ന് വിളിക്കുമോ? മീൻസ് സെൽഫ് പോളിനേഷൻ അഥവാ ക്രോസ് പോളിനേഷൻ, ഏതാണ് നമുക്ക് പറയാൻ പറ്റുക? ഇത് ആക്ച്വലി രണ്ടുമാണ്. ഫങ്ഷണലി നോക്കിയാൽ ഇതൊരു ക്രോസ് പോളിനേഷനാണ്, പരപരാഗണം, അല്ലേ? അതേസമയം ജെനറ്റിക്കലി നോക്കിയാൽ ഇതൊരു സ്വപരാഗണമാണ്. കാരണം 2 ഫ്ലവേഴ്സും ഒരേ ചെടിയിലല്ലേ, അപ്പോൾ അവരുടെ ജെനറ്റിക്സ് കോമ്പിനേഷൻ അല്ലെങ്കിൽ അവരുടെ ജീൻസ് എല്ലാം സെയിം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ പറയുമ്പോൾ ഇത് ഏത് ഫ്ലവറിൽ നടക്കാം? ഇതിപ്പോൾ ഈ പ്ലാന്റ് ഒരു മൊണീഷ്യസ് പ്ലാന്റ് ആണെന്ന് കരുതുക. നിങ്ങൾക്ക് മൊണീഷ്യസ് ഡൈഷ്യസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ഫ്ലവർ, യൂണിസെക്ഷൽ ഫ്ലവർ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവർ. അപ്പം ഈ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒരേ ചെടിയിൽ തന്നെ കാണുകയാണെങ്കിൽ അതിനെ മൊണീഷ്യസ് എന്ന് പറയും. മോണോ മീൻസ് 1, ഒരേ ചെടിയിൽ തന്നെ 2 തരത്തിലുള്ള ഫ്ലവേഴ്സ് കാണും. പക്ഷേ ഒരു ഫ്ലവർ ആണായിരിക്കും, ഒരു ഫ്ലവർ പെണ്ണായിരിക്കും, അല്ലേ? അപ്പം അങ്ങനെയുള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ നടക്കാം, ഒരു മൊണീഷ്യസ് പ്ലാന്റിൽ ഇത് നടക്കാം. പക്ഷേ ഈ 2 ഫ്ലവേഴ്സും 2 പ്ലാന്റിലാണെങ്കിൽ, ലൈക്ക് പപ്പായയിലൊക്കെ ഉള്ളതുപോലെ മെയിൽ വേറെ ഫീമെയിൽ വേറെ ചെടിയാണെങ്കിൽ അതിനെ നമ്മൾ ഡയേഷ്യസ് എന്നാണ് പറയുന്നത്. ഈ ഡയേഷ്യസ് കണ്ടീഷനിൽ ഈ ഗീറ്റനോഗ്യാമി നടക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഒരു പ്ലാന്റിൽ എന്ത് മാത്രമേ ഉള്ളൂ? മെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ, മറ്റൊരു പ്ലാന്റിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇത് നടക്കില്ല. അപ്പോൾ ഗീറ്റനോഗ്യാമി നടക്കാത്ത ഏതിലാണ്? ഡയേഷ്യസിൽ. മൊണീഷ്യസ് പ്ലാന്റ്സിൽ നടക്കാം, ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിലും നടക്കാം, കുഴപ്പമില്ല. ഇനി മൂന്നാമത്തേതാണ് സീനോഗ്യാമി. സീനോഗ്യാമി എന്താണ്? തികച്ചും ഒരു ക്രോസ് പോളിനേഷൻ അഥവാ പരപരാഗണം എന്ന് പറയാം. അവിടെ ജെനറ്റിക്കലി ആയാലും ഫങ്ഷണലി ആയാലും ഇത് 2 പ്ലാന്റ്സ് തമ്മിലാണ്. ഫ്ലവേഴ്സ് ഓഫ് 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ്, അങ്ങനെ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു പൂവിൻ്റെ പൂമ്പൊടി മറ്റൊരു ചെടിയിൽ അതേ സ്പീഷീസിൽ പറ്റ മറ്റൊരു ചെടിയുടെ പൂമ്പൊടി സ്റ്റിഗ്മയിലാണ് ചെന്ന് പതിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീനോഗ്യാമി. സീനോഗ്യാമി അപ്പോൾ ഡയേഷ്യസ് പ്ലാന്റ്സിലും നടക്കാം. ഇനി പോളിനേഷൻ നടക്കാൻ ചില ഏജൻസ് അത്യാവശ്യമാണ്. എസ്പെഷ്യലി ക്രോസ് പോളിനേഷൻ അഥവാ നമ്മുടെ സീനോഗ്യാമിയിൽ വരുമ്പോഴേക്കും ഏജൻസ് ഇല്ലാതെ ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് പോകുക സാധ്യമല്ല. അപ്പോൾ ഈ ഏജൻസ് 2 തരമുണ്ട്. ജീവനുള്ള ആനിമൽസ് ആണ് നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ ബയോട്ടിക് പോളിനേഷൻ എന്നും അല്ലെങ്കിൽ ബയോട്ടിക് ഏജൻസ് എന്നും, ഈ ജീവനില്ലാത്ത കാറ്റ്, വാട്ടർ അതൊക്കെയാണെങ്കിൽ നമ്മൾ അതിനെ എബയോട്ടിക് ഏജൻസ് എന്നും പറയും. അപ്പോൾ ഇത് 2 നോക്കിയാൽ കൂടുതലായിട്ട് നടത്തുന്നതും ബയോട്ടിക് ഏജൻസ് തന്നെയാണ്. ഈ ആനിമൽസ് മൂവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ ഒരു ഫ്ലവർ വിസിറ്റ് ചെയ്തിട്ട് മറ്റൊരു ഫ്ലവറിൽ പോകുമ്പോഴൊക്കെ അവർ ഈ പോളിനേഷൻ അറിഞ്ഞോ അറിയാതെയോ നടത്തുന്നുണ്ട്. ഇനി ആനിമൽസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പോളിനേഷൻ നമ്മൾ പറയുന്ന പേരാണ് സൂഫിലി. സൂ സ്റ്റാൻഡ്സ് ഫോർ ആനിമൽസ്. ഇനി പലതരം ആനിമൽസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻസെക്ട്സ് ആണ് പോളിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം പോളിനേഷൻ നമ്മൾ എൻറ്റോമോഫിലി എന്ന് പറയും. ബാറ്റ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ കൈറോപ്റ്ററോഫിലി എന്നും, ബേർഡ്സ് ആണെങ്കിൽ അതിനെ ഓർണിത്തോഫിലി എന്നും. ഓർണിത്തോളജി ബേർഡ്സിൻ്റെ സ്റ്റഡിയാണ്. ഓക്കെ. പിന്നെ സ്നെയിൽസ് ആണെങ്കിൽ മലാക്കോഫിലി എന്നും, പിന്നെ നമ്മുടെ ആൻസ്, ഉറുമ്പ്, അത് മെർമിക്കോഫിലി എന്നും പറയും. നിങ്ങൾക്കറിയാം മാവിലും പേരയിലും ഒക്കെ എപ്പോഴും എന്തായിരിക്കും? നിറച്ച് ഉറുമ്പ് കാണും, അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അതൊരു അസോസിയേഷനാണ്.
ഇനി എബയോട്ടിക് ഏജൻസിനെ നോക്കിയാൽ അനിമോഫിലിയും ഹൈഡ്രോഫിലിയും ഉണ്ട്. ഇവിടെ ഈ വേർഡ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അനിമോഫിലി എന്ന് കാണുമ്പോൾ ആനിമൽ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആനിമൽ ഞാൻ പറഞ്ഞു സൂഫിലിയാണ്. അനിമോ മീൻസ് വിൻഡ്. അപ്പോൾ അനിമോഫിലി എന്ന് പറഞ്ഞാൽ വിൻഡ് പോളിനേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഈ അനിമോഫിലിയും എൻഡോമോഫിലിയും നമുക്ക് പ്രാക്ടിക്കലിലും ചെയ്യണം. അവിടെ ഈ ടെർമിനോളജി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. തിയറിയിൽ നിങ്ങൾക്ക് ഈ ടെർമിനോളജി പറഞ്ഞിട്ടില്ല. ഇനി വാട്ടർ ആണ് പോളിനേറ്റിംഗ് ഏജന്റ് എങ്കിലോ ഹൈഡ്രോഫിലി എന്ന് പറയും. ഹൈഡ്രോ മീൻസ് വാട്ടർ. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്. ഏത് പ്ലാന്റ്സിലാണ് ഹൈഡ്രോഫിലി നടക്കുന്നത്? നമ്മുടെ ആദ്യത്തെ ഉത്തരം എന്തായിരിക്കും? അക്വാട്ടിക് പ്ലാന്റ്സ് അല്ലേ? അപ്പോൾ ഞാൻ താമരയോ ആമ്പലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഈ ഹൈഡ്രോഫിലി ആണോ നടക്കുന്നത്? അല്ല. കാരണം വെള്ളത്തിലാണെന്നത് കൊണ്ട് മാത്രം ഹൈഡ്രോഫിലി നടക്കണമെന്നില്ല. ഇപ്പം താമര ആമ്പലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവയുടെ ഫ്ലവർ വെള്ളത്തിന് പുറത്താണ്. പിന്നെ അത് നല്ല കളർഫുൾ ആണ്. ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ പ്രാപ്തരാണ്. അതുകൊണ്ട് തന്നെ ഇൻസെക്ട്സ് ആണ് അതിനെ പോളിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ചില പ്ലാന്റ്സ് ഹൈഡ്രോഫിലിക്കായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിലാണ് ഹൈഡ്രോഫിലി നടക്കുന്നത്. ഇനി ആ ഹൈഡ്രോഫിലി തന്നെ രണ്ട് തരത്തിലുണ്ട്. ചില പ്ലാന്റ്സിൽ പൂക്കൾ വെള്ളത്തിന് മുകളിൽ വന്നിട്ട് അവിടെയാണ് ഹൈഡ്രോഫിലി നടക്കുന്നതെങ്കിൽ അതിനെ എപ്പി മീൻസ് മുകളിൽ, എപ്പി ഹൈഡ്രോഫിലി വെള്ളത്തിന് മുകളിൽ. ഇനി വെള്ളത്തിന്റെ സർഫസിനടിയിൽ, അതായത് വെള്ളത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് ഈ പരാഗണം നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പോ ഹൈഡ്രോഫിലി എന്ന് പറയും. ഹൈപ്പോ മീൻസ് ബിലോ, അണ്ടർ വാട്ടറിലാണെങ്കിൽ അതിന് നമ്മൾ ഹൈപ്പോ ഹൈഡ്രോഫിലി എന്ന് പറയും. ഇപ്പൊ എപ്പി ഹൈഡ്രോഫിലിക്ക് ഉദാഹരണം വാലിസ്നേറിയ, ഹൈപ്പോ ഹൈഡ്രോഫിലിക്ക് ഉദാഹരണം സോസ്റ്റീറ. നമ്മളിങ്ങനെ അത് വ്യക്തമായിട്ട് പഠിക്കും. നമ്മൾ പലതരത്തിലുള്ള പോളിനേറ്റിംഗ് ഏജൻസ് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏതാണ്? ഇൻസെക്ട് പോളിനേഷൻ ആണ്. ഇൻസെക്ട്സിൽ തന്നെ നമ്മുടെ ബീസ് ആണ് ഏറ്റവും കൂടുതൽ, തേനീച്ചകളാണ് ഏറ്റവും കൂടുതൽ പോളിനേഷൻ നടത്തുന്നത്. ഇനി ചെറിയ ഈ ഇൻസെക്ട്സ് മാത്രമല്ല വലിയ ആനിമൽസും പോളിനേഷൻ നടത്താറുണ്ട്. പക്ഷെ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഈ ഇൻസെക്ട് പോളിനേറ്റഡ് എൻഡമോഫിലി എന്ന് പറയും. അത് നടത്തുന്ന ഫ്ലവേഴ്സിനെ പറ്റി എൻഡമോഫിലസ് ഫ്ലവേഴ്സ്. എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് അതിന് വേണ്ടിയുള്ളത്? വെറുതെ ഒരു ഫ്ലവർ ഇൻസെക്ട് പോളിനേറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ട ചില ഘടകങ്ങൾ അവിടെ ആവശ്യമാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഫ്ലവേഴ്സ് എപ്പോഴും ബ്രൈറ്റ്ലി കളേർഡ് ആൻഡ് വെരി അട്രാക്റ്റീവ് ആയിരിക്കും. ഇപ്പം നമ്മുടെ റോസ്, സൺഫ്ലവർ, ലോട്ടസ്, ഈ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? നമ്മളൊരു ചെടിയെ ശ്രദ്ധിക്കുന്നത് എപ്പോഴാണ്? അതിൻ്റെ പൂക്കൾ കണ്ടിട്ടാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ പൂക്കൾ ഇത്ര മനോഹരമായിരിക്കുന്നത്? അത് ഈ പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ അവയ്ക്ക് ഫ്രാഗ്രൻസും കാണാം. നല്ല മണമല്ലേ? അതിൻ്റെ മണം കേട്ടും ഈ പൂക്കൾ വിസിറ്റ് ചെയ്യാനായിട്ട് ഈ ഇൻസെക്ട്സ് വരും. പിന്നെ ചില ഫ്ലവേഴ്സിനൊക്കെ ഒരു ഫൗൾ സ്മെല്ലാണ്, നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അവയുടെ പോളിനേറ്റിംഗ് ഏജൻസ് ഫ്ലൈസും ബീറ്റിൽസ് ഒക്കെയാണ്. നമുക്കറിയാം ഈച്ചകൾ എപ്പോഴും നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഇരിക്കാറുണ്ടോ? ഇല്ല, അവർക്ക് ചീത്ത സ്ഥലങ്ങളല്ലേ ഇഷ്ടം. അപ്പോൾ അവയെ അട്രാക്ട് ചെയ്യാനായിട്ട് ഫൗൾ സ്മെല്ലാണ് ഉള്ളത്. ഇനി രാത്രി വിരിയുന്ന പൂക്കളാകട്ടെ വെള്ള കളറാണ്. കാരണം എന്നാലല്ലേ ഇൻസെക്ട്സിനെ കാണാൻ പറ്റൂ. ഒപ്പം അവയ്ക്ക് കൂടുതൽ ഫ്രാഗ്രൻസും ഉണ്ടായിരിക്കും. പിന്നെയുള്ളത് പ്രസൻസ് ഓഫ് നെക്ടർ, തേൻ ഉണ്ടായിരിക്കും ഈ പൂക്കളിൽ. വെറുതെ ഇൻസെക്റ്റ് വരില്ലല്ലോ. അപ്പോൾ അവർക്ക് വരുമ്പോഴേക്കും അവർക്ക് എന്ത് കൊടുക്കണം? കഴിക്കാൻ കുറച്ച് തേനും കുറച്ച് പോളൻ ഗ്രെയിനൊക്കെ കൊടുത്താലേ ഇവർ പിന്നെയും വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ വന്നാൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെ വരില്ല. അപ്പോൾ പ്ലാന്റിൻ്റെ ഒരു റിവാർഡാണ്, ഫ്ലോറൽ റിവാർഡാണ്, റിട്ടേൺ ഗിഫ്റ്റാണ് എന്ത്? നെക്ടറും പോളൻ ഗ്രെയിനും. കുറച്ച് കഴിക്കും. ആ സമയം കൊണ്ട് ഈ പോളൻ ഗ്രെയിൻ അവരുടെ ദേഹത്ത് മുഴുവൻ പറ്റിപ്പിടിക്കും. അവർ മറ്റൊരു ഫ്ലവറിൽ പോകുമ്പോഴേക്കും ഇതെല്ലാം അവിടെ വീഴുകയും ചെയ്യും. പിന്നെ ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും. എല്ലാ പ്ലാന്റിനും വലിയ ലോട്ടസോ അല്ലെങ്കിൽ റോസ് പോലെ നല്ല ഫ്ലവർ വേണമെന്നില്ല. അപ്പോൾ കുഞ്ഞു ഫ്ലവർ ആണെങ്കിൽ എന്ത് ചെയ്യും? അവയെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഇൻഫ്ലോറസൻസ് ആയിട്ട് ഇരിക്കുമ്പോൾ ആ ഇൻസെക്റ്റിന് വിസിബിൾ ആയിരിക്കും. ഇനി ചില പ്ലാന്റ്സിൽ പോളിനേറ്റിംഗ് ഏജന്റുമായിട്ടൊരു ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പാണ്. അതാണ് ഏതെങ്കിലും ഇൻസെക്റ്റ് വന്നാൽ അതിനെ പോളിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ ഇൻസെക്റ്റ് തന്നെ വരണം. അതിലും ഈ റിവാർഡായിട്ട് നെക്ടറും പോളൻ ഗ്രെയിൻ മാത്രമല്ല കൊടുക്കുന്നത്, പകരം ഈ ഇൻസെക്ട്സിനെ മുട്ടയിടാനുള്ള ഒരു സാഹചര്യം കൂടെ ഫ്ലവർ ഒരുക്കി കൊടുക്കും. നമ്മുടെ അമോർഫ ഫാലസ്, യാം, ചേനയുടെയൊക്കെ വലിയ ഫ്ലവേഴ്സാണുള്ളത്. അപ്പോൾ അതിൻ്റെ 6 ഫീറ്റോളം ഉണ്ട്. അതിൻ്റെ അകത്ത് ഇൻസെക്ട്സിനെ മുട്ടയിടാനുള്ള സൗകര്യമുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് നടക്കുന്നത് യൂക്ക പ്ലാന്റും മോത്തും തമ്മിലാണ്. ഈ മോത്ത് എന്ന് പറഞ്ഞാൽ നിശാശലഭങ്ങൾ അല്ലേ? അപ്പം അവയാണ് ഈ യൂക്ക പ്ലാന്റിനെ പോളിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂക്കയ്ക്ക് അകത്ത് ഓവറിയുടെ അകത്ത്, ഓവറി സ്വോളൻ ആണെന്ന് നമ്മൾ പറഞ്ഞു, ഓവറിക്ക് അകത്ത് ചെറിയ സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ പറഞ്ഞ പേരാണ് ലോക്യൂൾ. അപ്പോൾ ഈ മോത്തിന് വന്നിട്ട് ഈ ലോക്യൂളിനകത്ത് അതിൻ്റെ മുട്ട ഇട്ട് വെക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. ആ സമയം കൊണ്ട് പോളൻ ഗ്രെയിൻ ദേഹത്ത് പറ്റിപ്പിടിച്ച് അത് മറ്റൊരു ഫ്ലവറിലിട്ട് പോകും. അതേസമയം ഇതിനകത്ത് സേഫായിട്ട് മുട്ടകൾ വിരിഞ്ഞ് ലാർവ പുറത്തു വരികയും ചെയ്യും. അപ്പോൾ യൂക്ക ഇല്ലെങ്കിൽ മോത്തിനും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മോത്തില്ലെങ്കിൽ യൂക്കയിലും പോളിനേഷൻ നടക്കുന്നില്ല. അപ്പോൾ അതൊരു ഓബ്ലിഗേറ്ററി റിലേഷൻഷിപ്പാണ്. ഇനി നമുക്ക് വിൻ പോളിനേറ്റഡ് അല്ലെങ്കിൽ അനിമോഫിലസ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ആദ്യമായി പോളൻ ഗ്രെയിൻസ് വളരെ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി ആയിരിക്കണം. എന്നാലേ അവർക്ക് കാട്ടിലോട് പറന്നങ്ങ് പോകാൻ പറ്റുള്ളൂ.
അതുപോലെ തന്നെ ആന്തർ വെൽ എക്സ്പോസ്ഡ് ആയിരിക്കണം. പുറത്തോട്ട് ഇങ്ങനെ നിന്നാൽ മാത്രമേ കാറ്റടിച്ച് നമ്മുടെ പോളൻ ഗ്രേഡ്സിനെ പുറത്ത് കൊണ്ടുപോകുള്ളൂ. അതുപോലെ ഫീമെയിൽ പാർട്ടായ സ്റ്റിഗ്മ എപ്പോഴും ഫെദറി ആയിരിക്കും. കുറേ ഇങ്ങനെ ഫെദർ പോലെ അല്ലെങ്കിൽ നിറച്ച് ഫൈബർ പോലെ ഇരിക്കും. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ കാറ്റിൽ വരുന്ന പോളൻ ഗ്രേഡ്സിനെ അതിനിങ്ങനെ ട്രാപ്പ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെയുള്ള എന്താണ്? കളർലെസ് ആൻഡ് ഓർഡർലെസ് ഫ്ലവേഴ്സ്. ഇവിടെ അട്രാക്ട് ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് കളറിനും ഫ്രാഗ്രൻസിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. പിന്നെ എപ്പോഴും ഒരു ഫ്ലവറിൻ്റെ ഓവറിക്കകത്ത് ഒരു ഓവ്യൂൾ മാത്രമേ കാണുള്ളൂ. മാത്രമല്ല ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും, കാരണം അത് വളരെ അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ചെറിയ ഫ്ലവേഴ്സ് അല്ലേ. അപ്പോൾ അത് ഇൻഫ്ലോറസെൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇതിൽ വരുമ്പോഴേക്കും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. അതായത് കോൺകോബ്, നമ്മുടെ ഈ ചോളം നമ്മൾ വാങ്ങിക്കില്ലേ, അത് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ചോളം പോപ്കോൺ ആയിട്ടല്ല, അല്ലാതെ മുഴുവൻ ആ ചോളം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത്, അതിനെയാണ് കോൺകോബ് എന്ന് പറയുന്നത്, അതിൻ്റെ അറ്റത്ത് കുറച്ച് ഫെദറി ആയിട്ടുള്ള കുറച്ച് സാധനം, അതെന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കോൺകോബ്. കോൺകോബ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മയാണ്. ഇനി ഫ്ലവേഴ്സ് രണ്ട് തരത്തിലുണ്ട്, ചാസ്മോഗമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്ലൈസ്റ്റോഗമസ് ഫ്ലവേഴ്സ്. ചാസ്മോഗമസ് മീൻസ് ഓപ്പൺ ഫ്ലവേഴ്സ്. ആ ഫ്ലവേഴ്സിൻ്റെ പൂക്കൾ നല്ല വിരിയുന്നത് കൊണ്ട് തന്നെ ആന്തർ സ്റ്റിഗ്മയൊക്കെ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ സെൽഫ് പോളിനേഷൻ നടക്കാം, അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ നടക്കാം. ഇനി മറ്റൊരു തരം ഫ്ലവേഴ്സ് ആണ് ക്ലൈസ്റ്റോഗമസ് ഫ്ലവേഴ്സ്. ക്ലൈസ്റ്റോഗമി എന്ന് പറയുമ്പോൾ ഈ ഫ്ലവർ ഒരിക്കലും ഓപ്പൺ ചെയ്യില്ല, എപ്പോഴും ക്ലോസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റേമനും അല്ലെങ്കിൽ പോളൻ റിലീസ് ചെയ്താലും പുറത്തു പോവില്ല. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഒരു പോളനും അതിൻ്റെ സ്റ്റിഗ്മയും വന്ന് വീഴാനും പറ്റില്ല. അപ്പോൾ അതിനകത്ത് തന്നെയാണ് പോളിനേഷൻ നടക്കുന്നത്. അപ്പോൾ സെൽഫ് പോളിനേഷൻ നടക്കും. പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് ഏജൻസ് ഇല്ലെങ്കിൽ പോലും സീഡ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്തായാലും പോളിനേഷനകത്ത് സെൽഫ് പോളിനേഷൻ നടന്നിരിക്കും അല്ലേ. അപ്പോൾ അഷ്വേർഡ് സീഡ് സെറ്റ് എന്നൊരു വേർഡ് നിങ്ങൾ എവിടെ കണ്ടാലും അതിന് കാരണം എന്തായിരിക്കും? ക്ലൈസ്റ്റോഗമസ് ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ദാറ്റ് നെവർ ഓപ്പൺ. ആ ഫ്ലവേഴ്സിന് എക്സാമ്പിൾ പഠിച്ചു വെക്കുക: വയോല, കോമലിന, ഓക്സാലിസ്. ഇതിലൊക്കെ ചില അപ്പർ പാർട്ടിൽ ചിലപ്പോൾ ചാസ്മോഗമസ് ഫ്ലവേഴ്സ് കാണാം, ലോവർ പാർട്ടിൽ നമുക്ക് ക്ലൈസ്റ്റോഗമസ് ഫ്ലവേഴ്സും കാണാം. ഹൈഡ്രോഫില്ലി അല്ലെങ്കിൽ വാട്ടർ പോളിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഒരു മെത്തേഡായിട്ട് സ്വീകരിച്ചിട്ടുള്ളൂ. മെജോറിറ്റി ഓഫ് അക്വാറ്റിക് പ്ലാന്റ്സിലും ഇൻസെക്ട് പോളിനേഷനാണ് നടക്കുന്നത്. ഒരു 30 ജീനസ്, ജെനറ എന്നാണ് പ്ലൂറൽ, 30 ജെനറയിൽ മാത്രമാണ് വാട്ടർ പോളിനേഷൻ നടക്കുന്നത്. നമ്മൾ 3 എക്സാമ്പിളാണ് പഠിക്കുന്നത്: വാലിസ്നേറിയ, ഹൈഡ്രില്ല ആൻഡ് സോസ്റ്റിറ. ഇതിൽ വാലിസ്നേറിയ ആൻഡ് ഹൈഡ്രില്ല നമ്മുടെ ഫ്രഷ് വാട്ടർ പ്ലാന്റ്സ് ആണ്. വാലിസ്നേറിയ നടക്കുന്നത് എപ്പി ഹൈഡ്രോഫിലിയാണ്, വെള്ളത്തിന്റെ സർഫസിന് മുകളിലാണ്. അപ്പോൾ പ്ലാന്റ് അറ്റാച്ച്ഡ് ആണെങ്കിലും ഈ ഫ്ലവർ വളർന്ന് ഫീമെയിൽ ഫ്ലവർ വെള്ളത്തിന്റെ മുകളിൽ എക്സ്പോസ്ഡ് ആയിരിക്കും. അതുപോലെ മറ്റൊരു മെയിൽ ഫ്ലവറും വെള്ളത്തിന്റെ മുകളിൽ കാണും. അത് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യും. ഈ പോളൻ ഗ്രെയിന് വെള്ളത്തിന്റെ പുറത്ത് വീഴും. വെള്ളത്തിന്റെ ആ പാസീവ് കറണ്ട്, അതായത് വെള്ളം ഒഴുകി വന്നും അല്ലെങ്കിൽ റിപ്പിൾസ്, ഓളങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയെങ്കിലും വന്ന് ഇവിടെ എത്തും. അപ്പം വളരെ കുറച്ച് പ്ലാന്റ്സ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ എത്തിപ്പെടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പൊതുവെ ബയോട്ടിക്കിൽ ആ ചാൻസ് ഫാക്ടർ ഈസ് വെരി ലെസ്. അതുകൊണ്ട് തന്നെ ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി സോസ്റ്റീറയിലേക്ക് വന്നാൽ, സോസ്റ്റീറ എന്ന് പറയുന്നത് സീഗ്രാസ് ആണ്. അത് മെറീൻ ഫോമാണ്, അത് കടലിൽ കാണുന്നതാണ്. അതിൽ വെള്ളത്തിൻ്റെ പുറത്ത് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത്രയ്ക്ക് ഡീപ്പാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിനകത്ത് തന്നെ പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യും. ആ വെള്ളത്തിൽ കൂടി വാട്ടർ കറൻറ്റിനനുസരിച്ച്, വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് അത് ഫ്ലവറിൽ, ഫീമെയിൽ പാർട്ടിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ പോളൻ ഗ്രെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? പോളൻ ഗ്രെയിൻസ് ലോങ് ആൻഡ് റിബൺ ഷേപ്ഡ് ആണ്. അപ്പോൾ അതിനെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വരാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നനഞ്ഞ് കുതിർന്നു പോയാൽ അത് സിങ്ക് ചെയ്ത് പോകും അല്ലേ. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു മ്യൂസിലേജിനസ് കോഡ്, മ്യൂസിലേജിനസ് എന്ന് വെച്ചാൽ എന്താണ്? മ്യൂക്കസ്, ഒരു വിസ്കസ് ആയിട്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വെള്ളം നനഞ്ഞ് വെറ്റായി പോവുകയും ഇല്ല. അപ്പോൾ ലോങ് ആൻഡ് റിബൺ ഷേപ്പ് ആൻഡ് മ്യൂസിലേജിനസ് പ്രൊട്ടക്റ്റീവ് കവറിംഗ്, അത് രണ്ടുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. നമ്മൾ മനസ്സിലാക്കി പ്ലാന്റ്സിൽ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ ഏത് വേണമെങ്കിലും നടക്കാമെന്ന്. പക്ഷേ ഏതാണ് പ്ലാന്റ്സ് പ്രിഫർ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ക്രോസ് പോളിനേഷൻ അഥവാ പരപരാഗണമാണ് പ്ലാന്റ്സിന് ഇഷ്ടം. കാരണം എന്തെന്ന് വെച്ചാൽ അതിൽ 2 തരം ജീൻസ് ആണ് വരുന്നത്. അപ്പോൾ വേരിയേഷൻസ് കൂടുന്നു. അതുകൊണ്ട് തന്നെ എവല്യൂഷനുള്ള ചാൻസും അഡാപ്റ്റബിലിറ്റിയും കൂടും. അപ്പോൾ എപ്പോഴും ക്രോസ് പോളിനേഷനാണ് പ്രിഫറബിൾ. അതിനെ പറയുന്ന പേരാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. ക്രോസ് പോളിനേഷന് കൂടുതൽ നടക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിന് തന്നെ കുറച്ച് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മാർഗങ്ങളുണ്ട്. അതിനെല്ലാം കൂടി പറയുന്ന പേരാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ NCERT പറഞ്ഞിട്ടുണ്ട്. ഈ ടെക്നിക്കൽ ടേംസ് നീറ്റിന് മാത്രമേ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം പഠിച്ചാൽ മതി. ഞാനപ്പോൾ രണ്ടും പറയാം. ഡൈക്ലൈനി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്.
നമുക്ക് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടെങ്കിൽ അതിൽ സെൽഫ് പോളിനേഷൻ നടക്കൂ? ഇല്ല അല്ലേ? അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഒരു മാർഗമാണ് എന്തിനു വേണ്ടിയിട്ട്? ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേത് ഡൈക്കോഗമി. നമ്മുടെ ആന്തറിൽ നിന്ന് പോളൻ റിലീസാകുന്ന സമയവും നമ്മുടെ സ്റ്റിഗ്മ അതിനെ റിസീവ് ചെയ്യാൻ തയ്യാറാകുന്ന സമയവും ഒന്നിച്ചായിരിക്കണം. പോളൻ റിലീസും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും അത് ഒരേ സമയം അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കില്ല. ഇവിടെ പ്രോട്ടോഗൈനസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഗൈനീഷ്യം മെച്ചുർ ആവും. അപ്പോൾ അത് റിസീവ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ആ സമയത്ത് ഈ ഫ്ലവറിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻ റിലീസ് ആയിട്ടില്ല. അപ്പോൾ സെൽഫ് പോളിനേഷൻ നടക്കുമോ? ഇല്ല. ഇനി മറ്റൊരു കണ്ടീഷനാണ് പ്രോടാൻഡ്രസ്. അവിടെ ആന്തർ റെഡിയാണ്, ആന്തർ റിലീസ് ചെയ്തു, പക്ഷെ സ്റ്റിഗ്മ സ്റ്റിൽ നോട്ട് റെഡി ടു റിസീവ്. സ്റ്റിഗ്മ ഇപ്പോഴും ആ പോളിനെ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് സെൽഫ് പോളിനേഷനെ തടയാനുള്ള മറ്റൊരു മാർഗം. ഇനിയുള്ളത് ഹെർക്കോഗ്യാമി എന്നുള്ളതാണ്. നമ്മുടെ ആന്തറും സ്റ്റിഗ്മയും പല ലെവലിലാണ്. ഇപ്പോൾ സ്റ്റിഗ്മ മുകളിലും ആന്തർ വളരെ താഴെയുമായാൽ ഇവിടെ നിന്നൊരു പോളൻ ഗ്രെയിൻ ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത് പ്രയാസമാണ് അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. അത് 1 മാർക്കിന് ചോദിക്കാം. വാട്ട് ഈസ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി? അതൊരു ജെനറ്റിക് മെക്കാനിസം ബൈ വിച്ച് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ദ സെൽഫ് പോളൻ. അതായത് ആ ഫ്ലവറിൻ്റെ തന്നെ ഒരു പോളൻ ഗ്രെയിൻ ആണ് വന്ന് വീണതെങ്കിൽ അതിന് വളരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്, അതിന് വളരാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ള ആ ഒരു ജെനറ്റിക് മെക്കാനിസത്തിനെ പറയുന്ന പേരാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. അപ്പോൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് ചോദിക്കാം. 4 പോയിന്റ്സ് നമ്മൾ പഠിച്ചു, ഏതെങ്കിലും 3 നിങ്ങൾ എഴുതണം. സ്വാഭാവികമായിട്ടുള്ള പോളിനേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പക്ഷേ ക്രോസ് ബ്രീഡിംഗ് പ്രോഗ്രാംസ് ചിലപ്പോൾ നമുക്ക് നടത്തേണ്ടി വരും. നമുക്ക് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്ചപ്പെട്ട വെറൈറ്റീസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തന്നെ ഈ പരാഗണം ചെയ്യേണ്ടി വരും. അതിനെ പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യണം. എനിക്കിപ്പോൾ ഒരെണ്ണത്തിന് ഡിസീസ് റെസിസ്റ്റൻസും മറ്റൊന്നില്ല ഒരു വേറെ എന്തെങ്കിലും ക്വാളിറ്റിയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഞാൻ പേരൻസിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഫീമെയിൽ ആയിട്ട് എടുക്കുന്ന ആ പേരൻറ്റിനെ, അതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അതിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണും അല്ലേ? അപ്പോൾ ആൻഡ്രീഷ്യം മെച്ചുറായിട്ട് ആന്തറിൽ നിന്ന് പോളൻ പുറത്തു വരുന്നതിന് മുമ്പ് ഇമ്മെച്ചുവർ സ്റ്റേജിൽ തന്നെ നമ്മൾ ഫോഴ്സെപ്സ് ഉപയോഗിച്ച് ആ ഫ്ലവറിലെ ആന്തേഴ്സിനെയൊക്കെ പുള്ള് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ പോളൻ അതിൻ്റെ സ്റ്റിഗ്മയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ. അപ്പോൾ റിമൂവിങ് ദ ആന്തേഴ്സ് ഫ്രം എ ബൈസെക്ഷൽ ഫ്ലവർ അറ്റ് ആൻ ഏർലി സ്റ്റേജ് ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ. ഇനി ഏതെങ്കിലും ഫ്ലവറിന് ഇമാസ്കുലേഷൻ ആവശ്യമില്ലാതുണ്ടോ? യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന്. അവയ്ക്ക് ഓൾറെഡി ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ അവിടെ ആന്തർ ഇല്ല, അപ്പം നമ്മൾ ഇമാസ്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇമാസ്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ആ ഫ്ലവറിനെ അങ്ങനെ തന്നെ വിട്ടാൽ ഏതെങ്കിലും പോളൻ വന്ന് ലാൻഡ് ചെയ്ത് പോളിനേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ഞാനൊരു കവർ വെച്ചിട്ട് അത് കവർ ചെയ്ത് വെക്കണം. അത് പോളിത്തീൻ കവറോ പേപ്പർ കവറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ കവറൊക്കെ ഉപയോഗിച്ച് നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ഒരു ടാഗും വെക്കേണ്ടി വരും. കാരണം അതിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ എഴുതാനാണ്. ഇനി ആ സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുന്ന സമയം നമ്മൾ അത് ബ്രീഡേഴ്സിന് അറിയാം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഈ ബാഗ് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ പോളൻ ഇതിൻ്റെ പുറത്ത് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അതിനെ നമ്മൾ റീബാഗ് ചെയ്ത് വെക്കണം. എന്നിട്ടൊരു ടാഗ് ഇടും. ആ ടാഗിൽ ബ്രീഡറിൻ്റെ പേര്, വെറൈറ്റീസ് യൂസ്ഡ്, ഡേറ്റ് എല്ലാം വെക്കും. അതിനുശേഷം നമ്മൾ റീബാഗ് ചെയ്യുന്നത് എന്തിനാണ്? കാരണം നമ്മൾ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ അൺവാണ്ടഡ് പോളൻ വന്ന് വീണ് കഷ്ടകാലത്തിന് അതെങ്ങാനും അതിനകത്തോട്ട് ഗ്രോ ചെയ്താലോ അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ. അപ്പോൾ മെയിൻലി ഉള്ള 3 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇമാസ്കുലേഷൻ, ബാഗിങ് ആൻഡ് ടാഗിങ് എന്ന് പറയും. എങ്കിലും അതിൽ വരുന്ന എന്താണ് ഡസ്റ്റിംഗ് ഓഫ് പോളനും പിന്നെ റീബാഗിങ്ങും കൂടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ലെസനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.